Hello everybody, welcome to Superstar Junior, powered by Nirapara and co-presented by Nandanam Sanitaries. Superstar Junior. Superstar Junior. Let's welcome our judges, Vijay Chetta, Sujata Chechi, Stephen Chetta, And നമ്മുടെ Star Orchestra Puligal. രജത്, Yes. ഇപ്പൊ നമ്മുടെ അടിപൊളി ഓണാഘോഷ എപ്പിസോഡൊക്കെ കഴിഞ്ഞു. അതെ, നമ്മൾ ശരിക്കും അടിച്ചു പൊളിച്ചു. യെസ്, തകർത്തു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് ചെറിയൊരു വിഷമൊക്കെ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഫേവൽ എപ്പിസോഡും കഴിഞ്ഞു. അതെ, പക്ഷെ ആ ഒരു എന്താ പറയാ ആഘോഷവും ആ ചെറിയൊരു വിഷമങ്ങളും എല്ലാം തീർക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ പെട്ടിരിക്കുന്നത് നമ്മുടെ സെമി ഫൈനൽസ് 9 കണ്ടസ്റ്റന്റ്സുമായി സൂപ്പർ സ്റ്റാർ ജൂനിയർ സെമി ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ട് ടൈറ്റ് ആണ്, ഭയങ്കര സ്ട്രോങ് ആ ആയിരിക്കും. ടൈറ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ സംഭവം ഓണാഘോഷം നമ്മൾ അടിച്ചു പൊളിച്ചു, പക്ഷെ നമ്മൾ ഒരു കാര്യം മിസ് ചെയ്തു. അതെ, ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരാളുണ്ട് ഇവിടെ. അതെ, അത് നമ്മൾ മറ്റാരുമല്ല. കഴിഞ്ഞ പ്രാവശ്യം എലിമിനേഷൻ റൗണ്ട് ആയതുകൊണ്ട് പിന്നെ നമ്മൾ അത് ചോദിക്കേണ്ടെന്ന് വെച്ച് നമ്മൾ വിട്ടു. നമുക്ക് ഇപ്രാവശ്യം ഒന്നും അറിയണം, അറിയണം അല്ലേ? യെസ്, അറിയണ്ടേ? ആ, നമ്മുടെ വിജയ് ചേട്ടൻ എന്താണ് ഓണാഘോഷത്തിന് വരാൻ നമുക്ക് ചോദിക്കാം. അതെ, എന്താണ് ചേട്ടാ? രജിത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തന്നെ വിജയൻ ചേട്ടൻ എന്ന് പറഞ്ഞു. വിജയൻ വിജയൻ ചേട്ടൻ ചേട്ടൻ. അല്ല, അതിന് വിജയേട്ടാ, സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞിരുന്നു ഓണത്തല്ല് കൂടാൻ പോയിരിക്കുകയാണ്. ആണോ ശരിക്കും? അങ്ങനെയാണോ നീ പറഞ്ഞ? ആ, ഞാൻ പറഞ്ഞോ? ആ, ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? നീ പറഞ്ഞാണോ? നല്ല ഇംപ്രഷൻ. എന്താ പറയാതിന്? അവൻ പറഞ്ഞത് ശരിയാണ്. അവൻ ഓണത്തല്ലായിരുന്നു. പറഞ്ഞത് ശരിയാണ്. ഓണത്തല്ലായിരുന്നു. ഓണത്തല്ലായിരുന്നു. ആ, അടിപൊളി. ആരെയും ജയിക്കുന്നത് ആരാന്നറിയില്ലേ? വിജയൻ ചേട്ടൻ തന്നെ ജയിക്കും. ജയിക്കുന്നത് ആരായിരിക്കും? നിങ്ങൾ ആരും ചോദ്യം ചെയ്യരുത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് മീ. ആരുടെ കൂടെ എന്ന് ചോദിച്ചാൽ കുറെ 5 വയസ്സ് കുട്ടികളുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഇവിടെ ശരിക്കും മിസ് ചെയ്തു വിജു. എന്നെ മിസ് ചെയ്തിട്ട് അന്ന് അറ്റ്ലീസ്റ്റ് വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ആരും വിളിച്ചില്ല. എല്ലാവരും ഇവിടെ ഞങ്ങള് വിജയ് ചേട്ടന്റെ പേര് എടുത്തെടുത്ത് പറയുന്നതിനിടയ്ക്ക് ചേട്ടൻ അൺഅവോയ്ഡബിൾ റീസൺസ് കാരണം ഞാൻ പോണ്ടി വന്നു. ബട്ട് തീർച്ചയായിട്ടും ഞാൻ മിസ് ചെയ്തു. ആൻഡ് ഞാൻ പോയപ്പോഴും എനിക്ക് പോകണം എന്നൊരു മനസ്സില്ലായിരുന്നു. അനുരൂപിനെ ഞാൻ വിളിക്കുകയും ചെയ്തു, ഞാൻ തിരിച്ചു വരണോ, ഞാൻ എങ്ങനെയെങ്കിലും. പക്ഷേ എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് അങ്ങനെ പോകേണ്ടി വന്നു. സോ ഐ റിയലി മിസ്ഡ് എവറിബഡി. ആൻഡ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെറ്റിൽ ഇരുന്ന് ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, സുജാത ചേച്ചി, നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് സെമി ഫിനാലയിലാണ് ഇപ്പൊ നമ്മള്. എന്താ ചേച്ചി പറയാനുള്ളത്? ആദ്യം തന്നെ ഇതിൻ്റെ പ്രേക്ഷകർക്ക് വെരി വെരി ബിഗ് താങ്ക്സ്. ഈ ഷോയിനെ ഇത്രയും സക്സസ്ഫുൾ ആക്കി തീർത്തത് അവരാണ്. ഒരുപാട് മെസ്സേജസും ഏത് ഫംഗ്ഷന് പോയാലും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എന്ത് രസമായിട്ടാ കുട്ടികൾ പാടണേ, എന്ത് രസമായിട്ടാ കുട്ടികൾ പാടണേ. ആൻഡ് അഫ്കോഴ്സ് ഞങ്ങളെയും പറയാറുണ്ട് കേട്ടോ, നിങ്ങൾ നല്ല ജഡ്ജസാണ്. തീർച്ചയായും ആൻഡ് ഇത് ഈ ഓർക്കസ്ട്ര നമ്മുടെ ടീം എല്ലാവരും നിങ്ങളെയും പറയാറുണ്ട് കേട്ടോ, നല്ലതാണെന്ന്. അഞ്ജലിനെ പറ്റിയാണ് കൂടുതൽ പറയാറുള്ളത്, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലാണ് രജത്തിനെ പറ്റി പറയുന്നത്. അല്ല, ജനങ്ങൾ പറയുന്നത് എന്നെ കുറിച്ചായിരിക്കും, പക്ഷെ വിജയ് ചേട്ടൻ കൂടുതൽ പറയുന്ന അഞ്ജലിയെ കുറിച്ചല്ലേ എന്നാണ് എന്റെ സംശയം. അല്ല, ഞാനിപ്പോ പറഞ്ഞത് നീ കേട്ടില്ല. പക്ഷെ അഞ്ജലിയെ പറ്റിയാണ് ആൾക്കാർ കൂടുതൽ പറയുന്നത്, പക്ഷെ അതിനെക്കാട്ടിലും കൂടുതലാണ് രജത്തിന്. അങ്ങനെ പറഞ്ഞോ? ഓ, അടിപൊളി. ഇതാണ് ഞാൻ പറഞ്ഞത്. വിജയേട്ടാ, വി റിയലി മിസ്ഡ് യു. വിജയേട്ടാ എല്ലാ എപ്പിസോഡും. നോ, ബട്ട് ഐ തിങ്ക് സുജി പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ജഡ്ജസ് ഉണ്ട്, ഓർക്കസ്ട്ര ഉണ്ട്, നിങ്ങൾ ആങ്കേഴ്സ് ഉണ്ട്. പക്ഷേ ഈ ഷോ ശരിക്കും ഈ ഓഡിയൻസ് അങ്ങനെ അവരുടെ മനസ്സിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നതിന് മെയിൻ കാരണങ്ങൾ നമ്മുടെ കുട്ടികളാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് യെസ്, നമ്മുടെ സാധാരണ പാട്ട് ഇഷ്ടമുള്ള പ്രേക്ഷകരും അവർക്കൊപ്പം തന്നെ വളരെ ബിസി ആയിട്ടുള്ള കുറേ പ്രമുഖരും, ഈവൻ ISROയുടെ ഒരു പ്രമുഖ വ്യക്തിയും കൂടെ. കാരണം അവരൊക്കെ നമ്മൾ സയന്റിസ്റ്റ് എന്ന് വിചാരിച്ചതൊന്നും കാണുന്നു, പക്ഷെ അദ്ദേഹം പറയുകയുണ്ടായി, രാത്രി 11 മണിക്ക് ഞാൻ ഈ ഷോ കണ്ടിട്ടേ കിടക്കാറുള്ളൂ. ഭയങ്കര സന്തോഷം തോന്നി. അതിന് ഫുൾ ക്രെഡിറ്റ് പിള്ളേരെ നിങ്ങൾക്കാണ് കേട്ടോ, ഡെഫിനറ്റ്ലി. And we are so happy we got such a beautiful team.
ഗോഡ് ബ്ലെസ് എല്ലാവർക്കും എല്ലാ ഭാഗ്യം ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. സ്റ്റീവൻ ചേട്ടാ, എല്ലാ പ്രേക്ഷകർക്കും നന്ദി ഈ പ്രോഗ്രാം കാണുന്നതിൽ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് സൂപ്പർ സ്റ്റാർ. പ്രത്യേകിച്ച് നല്ല നല്ല ബഡിങ് സിംഗേഴ്സിനെ നിങ്ങൾ തിരിച്ചറിയുക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക. ചാനൽ അവസരം കൊടുക്കേണ്ടത് നമ്മളെല്ലാവരും അവരെ പുഷ് ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ബിക്കോസ് ഇറ്റ്സ് റിയലി ടാലൻറ്റഡ്. സോ താങ്ക് യു സോ മച്ച് സൂപ്പർ സ്റ്റാർ, ഫ്രം ദ പ്രൊഡ്യൂസർ ടു എവ്രി വൺ. എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കും ചക്കര കുട്ടികൾക്ക് ഓരോ ഉമ്മ. അപ്പോൾ നമുക്ക് ഇനി സെമി ഫൈനലിലേക്ക് കിടക്കാം. അപ്പോ അതെ, നമ്മുടെ പ്രധാന ഘട്ടമായ സെമി ഫൈനലിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതെ, ഇതെന്നാണ് ഫൈനലിലേക്കുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഇതില് നമ്മൾ ഇത്തവണ സ്റ്റെപ്പ് അപ്പ് പ്രോസസ് നമ്മൾ ഇത്തവണ അവോയ്ഡ് ചെയ്യാണ്. കാരണം നേരെ ഇനി ഫൈനൽ അല്ലേ, സ്റ്റെപ്പ് അപ്പ് ഇല്ല. നമ്മൾ ഇതിന്ന് ഫൈനലിലേക്ക് പോകുന്ന കുട്ടികളെ ചൂസ് ചെയ്ത് അയക്കുകയാണ് ഫൈനലിലേക്ക്. ഓക്കെ, സോ ചൂസ് ചെയ്ത് അയക്കുക. അപ്പോൾ ആസ് ഇൻ ലൈക്ക് നമ്മൾ ഓൺ വാട്ട് ബേസിസ് ആയിരിക്കും? വാട്ട്സ് ദ പ്രോസസ്? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പാടുന്ന ആ ടോപ്പ് വരുന്ന ആ കുട്ടികളെ ഫൈനലിലേക്ക്. പക്ഷേ ചേച്ചി, ലൈക്ക് നമ്മൾ എന്തായാലും ലൈക്ക് നോർമൽ നമ്മുടെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ മാർക്സ് ഇടും, കമന്റ്സ് പറയും. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി നമുക്ക് അപ്പോൾ അറിയാൻ പറ്റുമല്ലേ, ആൾക്കാർ തന്നെ ഊഹിച്ചെടുക്കും അല്ലേ ആരൊക്കെയാണെന്ന്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ മാർക്ക് ഇതിലാണ് ഇടാൻ പോകുന്നത്. ഇത് ഹിഡൻ ആണ്, പൂട്ടാൻ പോകുന്നു. സെമി ഫൈനലിൽ സുജാത ചേച്ചിയുടെ മാർക്ക് നമ്മൾ അറിയില്ല. ഓക്കെ, പുതിയൊരു ഐഡിയ, പുതിയ പ്രോസസ് ആണ്. സത്യത്തിൽ എനിക്കിതിൽ ചെറിയ ഒരു വിരോധം ഉണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഞാൻ ഐ അഗ്രി ടു ഇറ്റ് ബിക്കോസ് വിജയേട്ടൻ സമ്മതിച്ചില്ലല്ലേ? വിജയ് ചേട്ടനെ കണ്ണാടി വെച്ചപ്പോൾ കുറച്ച് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിൽ വന്ന കുറച്ച് ബുദ്ധി കൂടി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ലുക്ക് കുറച്ച് ഓവർ മെച്ചൂർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണാടി മാറ്റാൻ വേണമെങ്കിൽ. അല്ല, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. മാറ്റിയാലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു രാജു, ഞാൻ ഓർത്ത് വെക്കാം. ചേച്ചി, അപ്പൊ ഇതിൽ ഞാൻ മാർക്ക് ഇടുന്നതാണ്, പക്ഷേ കാണിക്കില്ല, പറയൂല. ഓക്കെ, നമ്മൾ എൻഡ് സെമി ഫൈനൽ എൻഡിലാണ് നമ്മൾ ഇതെല്ലാം അറിയാം. എന്നിട്ട് ഞങ്ങൾ അനൗൺസ് ചെയ്യും. ഓക്കെ, അനൗൺസ്മെന്റ് ഒരു സർപ്രൈസ് തന്നെയാണ് കേട്ടോ, സർപ്രൈസിംഗ് ആണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അവരവരുടെ ഫേവറേറ്റ് സിംഗേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും നല്ലോണം പാടട്ടെ. ലെറ്റ് ദ ബെസ്റ്റ് ബി ഓൺ ദ ഫൈനൽ സ്റ്റേജ്. ഓ, റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെമി ഫൈനൽസ് തുടങ്ങാം. സോ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഓൺ സ്റ്റേജ്, ശിവാനി. കുർവിപ്പാറു, എന്താണ് ഇങ്ങനെ കള്ള ചിരിയായിട്ട് നടന്നു വരുന്നേ? ചുമ്മയോ? ഇത് അവിടേക്ക് നോക്കൂ. എന്ത് പറ്റി രജത്? മിണ്ടില്ല? നോ, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും പോയി. ഞാൻ വേറൊന്നും പറയില്ല. ഞാൻ ശിവാനിയെ കുറിച്ച് പറയുന്നില്ല പറഞ്ഞേ. ഓ അങ്ങനെ. എന്താ ശിവാനി എന്തോ ഒപ്പിച്ചേ? സത്യം പറഞ്ഞോ? എന്റെ പേര് പറയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞില്ലേ? കുഴപ്പമില്ല, തൽക്കാലം സെമി ഫൈനൽ ആയതുകൊണ്ട് നമുക്ക് വിട്ടേക്കാം. പാവല്ലേ? സെമി ഫൈനൽ ആയ എന്റെ പേടി വല്ലതും ഉണ്ടോ? ചെറിയ പേടി. വെറുതെ പറയാൻ വേണ്ടി ജാടക്ക് പറയാനൊക്കെ ഒത്തിരി പേടി ഉണ്ടാവണമെന്നല്ല, അതൊരു ഹെൽത്തി ആയിട്ട് വെച്ചാൽ മതി ആ പേടി കേട്ടോ. അല്ലാതെ നിനക്കൊരു പേടിയില്ല ഒരാളെ. ശിവാനി കുട്ടി, സോ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് മോള്. സോ ഏത് റൗണ്ടാ മോള് ചൂസ് ചെയ്തിരിക്കണേ? ട്രിബ്യൂട്ട് ലെജൻഡ്. എന്ത് സെമി ഫൈനൽ? അല്ല, ഞങ്ങൾ സെമി ഫൈനൽ ആയിട്ട് ഒരു ടെസ്റ്റ് ഡോസ് ചെയ്താ കുഴപ്പമില്ല. ഒന്നുമില്ല കുട്ടിക്ക്, ഒന്നുമില്ല. ആദ്യം മുതൽ ഈ ടേക്ക് എന്തായാലും ഇടരുത്. ട്രിബ്യൂട്ട് ലെജൻഡ്. ട്രിബ്യൂട്ട് ലെജൻഡ്. ഓക്കേ. സോ ഏത് ലെജൻഡ് നമ്മൾ ട്രിബ്യൂട്ട്? ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കർ മാം. ഓക്കേ. സെമി ഫൈനൽ അപ്പോൾ ഒരു ഗ്ലോറിഫൈങ് തുടക്കമാണ്. ഓക്കേ, അപ്പോൾ ഏത് പാട്ടാ നമ്മൾ പാടാൻ പോകുന്നത്? യേ ജിന്ദഗി. യേ ജിന്ദഗി. ഓക്കേ, അനാർക്കലി മൂവിയിലെ അല്ലേ? അപ്പോൾ സെമി ഫിനാലിക്ക് ഒരു ഗ്രാൻഡ് തുടക്കമാവട്ടെ. ഓക്കേ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. എന്താ അത്? എനിക്ക് ഈ പാട്ട് പറഞ്ഞു തന്നത് എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം സ്പോൺസർ ചെയ്ത സിജു ചേട്ടനാണ്.
സിജു ചേട്ടൻ. അപ്പൊ സിജു ചേട്ടനോട് പറഞ്ഞോളൂ. ഞാൻ ഇത് ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ദാ അവിടെ 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 നോക്കി പറയൂ. ഞാൻ ഇത് ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. Okay, സിജു ചേട്ടാ, thank you so much for supporting her and please keep supporting her. Yes. Okay, അപ്പോൾ all the very best. നന്നായി താങ്ക് യു പാടൂ. ചേട്ടാ, താങ്ക് യു ചേച്ചി. ചേച്ചി ഈ രജചേട്ടൻ പറയായിരുന്നു ശിവനെക്കുട്ടി എന്ത് അടിപൊളിയായിട്ടാണ് പാടിയത്, അതുകൊണ്ട് ഇനി ഒന്നും നമ്മൾ കളിയാക്കൊന്നും ചെയ്യാം അല്ലേ? അതെ, എപ്പോഴും നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഏത് പെർഫോമൻസിന് മുമ്പേ നമ്മൾ ബാക്ക് സ്റ്റേജിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് കളിയാക്കും. അത് ശരിയാ, പാട്ട് പാടി നമ്മളെ മയക്കും ചെയ്യും. അതെ, അതാണ് ഒരു കഴിവ്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സെമി ഫൈനൽ റൗണ്ടിലെ ശിവാനിക്കുട്ടിയുടെ പാട്ടിനെ പറ്റി നമുക്ക് ജഡ്ജസിനെ ചോദിക്കാം. അതെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഓക്കെ അല്പം ബുദ്ധി കൂടിയത് കൊണ്ട് വിജയിച്ചു. അതെ, യെസ്, വിജയ് ചേട്ടാ. എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു
ഒന്നാമതൊരു ലെജൻഡ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു സോങ് കൂടെ ആയതുകൊണ്ട് ആദ്യമായിട്ടാണ് ശിവാനി ഇത്രയും ഒരു സീരിയസ് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ളൊരു സോങ് എടുത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അത് ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ വളരെ ഒരു റിസ്ക് ആണോ എന്നൊരു സംശയം എനിക്ക്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു അത്. ഓക്കെ, ശിവാനിക്കുട്ടിയുടെ ആ ചെറിയ ഒരു നല്ല പവർഫുൾ വോയിസ് ആണ്. അപ്പോൾ അതിന് ഒരു സോഫ്റ്റ് സിംഗിങ് ആയിരുന്നു. ഈ പാട്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ്. ഐ തിങ്ക് അത് ശിവാനിക്ക് എന്ത് തോന്നണോ, എത്ര ശരിയായില്ല എന്ന് തോന്നണുണ്ടോ? എവിടെയൊക്കെ മിക്കയിടത്തും ശരിയായില്ലേ? അതെന്താ അങ്ങനെ ആയിപ്പോയത്? പക്ഷേ എത്ര ദിവസം എടുത്തു ഈ പാട്ട് പഠിക്കാൻ? 3 ദിവസം എടുത്തു. 3 ദിവസം എടുത്തുള്ളൂ? 3 ദിവസം എടുത്തുള്ളൂ? 3 ദിവസം എന്നിട്ട് എത്ര നാള് ഇപ്പം പഠിച്ചിട്ട് എത്ര നാളെ ഇപ്പം? ഈ കഴിഞ്ഞ 3 ദിവസമാണ് എടുത്തത്? ഓക്കെ, ഇനി അത് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഐ തിങ്ക് ചില സ്ഥലത്ത് ശിവാനിക്ക് തന്നെ അറിയാം എവിടെയാണ് എന്താണ് ചെറിയ ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചത്. എന്നാലും നന്നായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി, എന്തൊക്കെയുണ്ട് ശിവാനി വിശേഷങ്ങൾ? സുഖം. ഓണം കഴിഞ്ഞിട്ടുള്ള ഷോസ് വല്ലതും ഉണ്ടായിരുന്നോ? ശ്വാസം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നാ? വെരി ഗുഡ്. എത്ര ഷോ പാടി? 4. വൗ! എന്നെയും കൂടെയും വിളിക്കൂ പ്ലീസ്. ഞാൻ 4 ഷോ ഞാനും പോലും ചെയ്തില്ല ഈ ഓണത്തിന്. ഞാൻ നേരത്തെ കളിയാക്കിയതൊക്കെ തിരിച്ചെടുത്തു. ഞങ്ങളെയും കൂടി വിളിക്കോ? വലിയ ആളാണ്. അതെ, രജത്തേടൻ അന്ന് ഓപ്പണിംഗ് ഡാൻസ് ചെയ്യും. അതെ, ഞാനൊരു 2 ഡ്യുവറ്റ് പാടാം പ്ലീസ്. നല്ലോണം പാടി എല്ലാ ഷോസിനും. നല്ല കൈഡിയൊക്കെ കിട്ടി എല്ലാവരുടെയും. വെരി ഗുഡ്. സന്തോഷമുണ്ട് കേട്ടോ മോളെ. ഇന്ന് പാടിയത് മോള് പറഞ്ഞ പോലെ എല്ലാം തെറ്റൊന്നും ആയിരുന്നില്ല. കുറേ സ്ഥലമൊക്കെ നല്ലതായിരുന്നു. എനിക്ക് തോന്നിയത് വോയിസ് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ബ്രെത്ത് കുറേ സ്ഥലത്ത് ജിന്ത് ഗീ കട്ട് ചെയ്ത് കുറേ സ്ഥലത്ത് പാടി. ചെറിയ മിസ്റ്റേക്സ് കുറച്ചുണ്ടായിരുന്നു. മോളുടെ യൂഷ്വൽ ഫോമിലായിരുന്നില്ല. ബട്ട് ഇറ്റ് വാസ് നോട്ട് ബാഡ് ഇത്. എക്സ്പ്രഷൻസ് നല്ലതായിരുന്നു ശിവാനിക്ക്. അതാണ് എപ്പോഴും നമ്മൾ പറയും ഒരു സിംഗറിന് ഏറ്റവും ആവശ്യം. അത് ശിവാനിക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നല്ലോണം പാടാം ഈ പാട്ട്. ഇന്ന് നമ്മൾ ഈ സെമി ഫൈനൽ റൗണ്ടിൽ ഈ സ്റ്റേജിൽ എങ്ങനെ പാടുന്നു അതിന് മാത്രമാണ് മാർക്ക്. അതുകൊണ്ട് മാർക്ക് ഡിഫറൻസ് വന്നാൽ ആരും വിഷമിക്കേണ്ട. നിങ്ങൾ ഈ സ്റ്റേജ് വരെ എത്തിയത് നിങ്ങളുടെ മിടുക്കൊണ്ട് മാത്രമാണ്. സ്റ്റീഫൻ ചേട്ടാ. ശിവാനിക്കുട്ടി, ചേട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ശിവാനി പ്രാവശ്യം പാടുമ്പോൾ നല്ല ഡൈനാമിക്സ് ഉണ്ടായിരുന്നു. നല്ലതായിട്ട് എക്സ്പ്രഷൻ കൊടുത്ത് പാടി. അത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ തുടക്കം മുതലേ ശിവാനിക്ക് ഇങ്ങനെ തെറ്റിക്കണം എന്നൊരു ടെൻഡൻസി ഇങ്ങനെ വരികയായിരുന്നു. അതുമാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. സാധാരണ ശിവാനി ഇങ്ങനത്തെ പാട്ടുകൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ തെറ്റുകളൊന്നും ഉണ്ടായിട്ടുമില്ല. ഓക്കെ, പിന്നെ ഇതിപ്പോൾ സെമി ഫൈനൽസിൻ്റെ ടെൻഷനാണോ? ഇല്ല, അതുണ്ടോ? ഓക്കെ. പക്ഷേ ഇതിനെക്കാട്ടിലും വലിയ ഭീകരൻ ഹരിഹരൻ സാറൊക്കെ വന്നിട്ട് നന്നായി ഗംഭീരമായി പാടിയല്ലോ. അത് എന്തുകൊണ്ട്? ചിത്ര ചേച്ചി ഉണ്ടായിരുന്നു, ശരത്തേട്ടൻ, പുലിയൊക്കെ വന്നിട്ട് നല്ല ഗംഭീരമായി പാടി. അപ്പോൾ അത് അങ്ങനെ തെറ്റ് വരുത്തണ്ട, പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റേജിൽ കേട്ടോ. അപ്പോൾ അത് വരുത്താതെ ഞാൻ അടുത്ത പ്രാവശ്യം നന്നായിട്ട് ചെയ്യാം. എന്നാലും ഭയങ്കരമായിട്ടും തെറ്റുകൾ വരുത്തിയില്ല. യു ഡിഡ് എ ഗുഡ് അറ്റംപ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പറയണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഡൈനാമിക്സ് ആയിരുന്നു. സോ കീപ് ഇറ്റ് അപ്പ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു ജഗരെ. താങ്ക് യു ചേട്ടാ. സോ സെമി ഫൈനൽ സ്റ്റേജിലെ മാർക്സ് അറിയണ്ടേ നമുക്ക്? യെസ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. ഓക്കേ. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. യെസ്. So 13 പ്ലസ് ഒരാളുടെ മാർക്സ് ഉണ്ട്, നമ്മുടെ സുജാത ചേച്ചിയുടെ മാർക്സ്. പക്ഷെ നമ്മള് എത്രയാണ് മാർക്ക് അറിയണ്ടേ? അത് അങ്ങനെ ഇപ്പൊ അറിയാൻ പറ്റൂല. അതെ, പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തായാലും ചേച്ചി, യെസ്, ദാ യുവർ ഇവിടെ മാർക്സ് ചേച്ചിയുടെ mark ആണ്.
ആരും കാണരുത്, ഒരു എല്ലാവരും ജിബി കാണിക്കരുത്. ആ ജിബി ജിബ് ഇങ്ങോട്ട് വളക്കി ഉപ്പ കാണാൻ പറ്റും. ഓക്കെ ചേച്ചി അപ്പൊ എഴുതിക്കൊണ്ടിരിക്കാണ്. അതെ അതാ. അപ്പൊ ചേച്ചി ഇതാ ഇതാ ചേച്ചി അത് മടക്കി ഇട്ടു. ഇതാ ബോക്സിന്റെ ഉള്ളിലേക്ക് ഇട്ടിരിക്കുന്നു. സോ നല്ല മാർക്കാണെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ മോളുടെ മാർക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ മോളുടെ മുഖം കുറച്ച് വാടി 6.5 എന്ന് കേട്ടോ. അപ്പോൾ ഇത്ര നാളും 8-യും 9-ഉം ഒക്കെ കിട്ടിയിരുന്നു. ഇത്തവണ ഞങ്ങൾ അങ്ങനെ ആക്കാം. മോൾ അത്രയും നല്ലോണം പാടുകയൊക്കെ ചെയ്തു. പക്ഷേ ഇത് നമ്മുടെ സെമി ഫൈനലാണ്. നല്ലൊരു ഡിഫറൻസ് ഇട്ടിട്ട് മാർക്ക് ഇട്ടാലേ വേഗം ഈസി ആയിട്ട് ഫൈനലിലേക്ക് പോകണ ആളാരെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിഫിക്കൽട്ടായിരിക്കും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വൈഡ് ഡിഫറൻസ് കൊടുത്ത് മാർക്ക് ഇടുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട. 6.5 ഇസ് എ ഗുഡ് മാർക്ക്. അതായത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പറഞ്ഞവർക്ക് നല്ല മാർക്കും കൊടുക്കും എന്തായാലും. അപ്പൊ അതില് ഒന്നുമില്ല. അപ്പോ അഞ്ജലി സെമി ഫൈനലിന്റെ കംപ്ലീറ്റ് എന്താ പറയാ സിറ്റുവേഷൻ, ഭയങ്കര ടെൻഷൻ. അതെ ടെൻഷൻ ക്രിയേഷൻ വന്നു തുടങ്ങി. അപ്പൊ എന്തായാലും മോളെ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ Okay. for your next performance. Thank you, Okay. ചേച്ചി. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. So ശിവാനിയുടെ ഒരു നല്ല പെർഫോമൻസിന് ശേഷം let's welcome our next contestant അഞ്ജന. അഞ്ജന. അഞ്ജലി, ഈ അഞ്ജന ഉണ്ടല്ലോ, ആക്ച്വലി ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും എന്താ പറയാ നല്ല പക്വതയുള്ള അല്ലെങ്കിൽ ഭയങ്കര പാവമുള്ള, അതെ മെച്ചുവേർഡിനൊക്കെ സാധാരണ ഇവിടെ വന്ന് ബിഹേവ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇന്നാൾ നമ്മുടെ ഓണസദ്യയുടെ അന്നാണ് മനസ്സിലായത് എന്റെ അമ്മേ അവിടെ കിടന്ന് പപ്പടം അവിടെ ഇതവിടെ ഇതവിടെ ആക്ക് ഒരു രക്ഷയില്ല. അല്ല അതിന്റെ മലയാളത്തിൽ പറഞ്ഞാൽ നല്ല പോളിംഗ് എന്ന് പറയൂല. അതെ അല്ലേ? എങ്ങനെ എന്ത് കഷ്ടപ്പെട്ടു അഞ്ജന ഇതൊക്കെ മൂടി എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ പറയണത്? ശരിക്കും സത്യം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എനിക്ക് ഓണസദ്യയിൽ ഏറ്റവും ഞെട്ടിയ വിഭവം ഇതായിരുന്നു. അപ്പോ രജിത്തിന്റെ സ്വഭാവം മനസ്സിലായില്ലേ? അപ്പൊ ഗുരുവിന്റെ ഒരാള് കഴിക്കുന്നത് മറ്റേ വായി നോക്കി ഇരിക്കുക. ഇതാണോ? അതല്ല, രജിത്ത് അന്ന് വിളമ്പാൻ അത്ര ശ്രമിക്കുകയായിരുന്നു. അതെ അതാണ്. അപ്പൊ രജത്തിന്റെ ഡ്യൂട്ടി അന്ന് അതായിരുന്നോ? ഇന്ത്യ. ഓ വാവ്. അന്ന് ഞാൻ വിളമ്പിയിട്ട് ഈ പറഞ്ഞ അഞ്ജനതായിരുന്നു പപ്പടം അവിടെ പായസം ഞാൻ അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ ഒരു മര്യാദയെങ്കിലും. അല്ല അഞ്ജനയ്ക്ക് പേടി രജത്തെല്ലാം അതിനു മുമ്പ് കഴിച്ചാലോ എന്നുള്ള പേടിയായിരിക്കും. അതായിരിക്കും. കുഴപ്പമില്ല. ഓക്കെ, ആ ഓണത്തലിന്റെ കഥയിലേക്ക് തിരിച്ചു വരാൻ. അപ്പോ സെമി ഫൈനലിൽ അഞ്ജനക്കുട്ടി ഏത് റൗണ്ടാ ചൂസ് ചെയ്തിരിക്കണേ? ഞാൻ ഫാൻസ് ആൻഡ് ഓഡിയൻസ് ചോയ്സ്. നമ്മുടെ ഫാൻസ് വന്നിട്ടുണ്ടോ? ഓ വന്നിട്ടുണ്ട്. ആ എവിടെ? ഹലോ സർ, വെൽക്കം ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. വെൽക്കം സർ. സർ സാറിന്റെ പേരെന്താണ്? മോഹനൻ. മോഹനൻ. മോഹനൻ സാർ എന്ത് ചെയ്യുന്നു? വർക്കിംഗ് കോൺട്രാക്ടറാണ്. ഓക്കെ. നമ്മുടെ അഞ്ജനക്കുട്ടിയുടെ എല്ലാ പെർഫോമൻസും കാണാറുണ്ടോ? കാണാറുണ്ട്. ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ്? പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ എല്ലാ പെർഫോമൻസും നല്ലതായിരുന്നു. ഓക്കെ, അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ വീണ്ടും സാർ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഏത് പാട്ടാ അഞ്ജനക്കുട്ടി പാടണ്ടേ? ഒരു ദൈവം തന്റെ പൂവ് എന്നുള്ള പാട്ട്. ഓക്കെ. അല്ലേ? ഫാനിനെ ഡിസപ്പോയിന്റഡ് ആക്കരുത്. ഓക്കെ, നന്നായി പാടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദൈവം തന്ന പൂവേ കണ്ണിൽ തേട
எனது சொந்தம் நீ, எனது பகையும் நீ, காதல் மலரும் நீ, கருவில் முள்ளும் நீ, செல்ல மழையும் நீ, சின்ன இடியும் நீ, செல்ல மழையும் நீ, சின்ன இடியும் நீ, பிறந்த உடலும் நீ, பிரியும் உயிரும் நீ, பிறந்த உடலும் நீ, பிரியும் உயிரும் நீ, மரணம் நீன்ற ஜனனம் நீ, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே, நெஞ்ச ஜ ஜ ஜ ஜ காதல் கண்ணத்தில் முத்தமிட்டானே, கண்ணத்தில் எனது செல்வம் நீ, எனது வறுமை நீ, காதல் மலரும் நீ, கருவில் முள்ளும் நீ, இரவல் வெளிச்சம் நீ, இரவில் கண்ணீர் நீ, இரவல் வெளிச்சம் நீ, இரவில் கண்ணீர் நீ, எனது வானம் நீ, இழந்த சிறகும் நீ, எனது வானம் நீ, இழந்த சிறகும் நீ, நான் தூக்கி வளர்த்த துயரம் நீ, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேடல் என்ன தாயே, வாழ்வு தொடங்கும் இடம் நீதானே, வாழ்வு தொடங்கும் இடம் நீதானே, வானம் முடியும் இடம் நீதானே, காற்றைப் போல நீ வந்தாயே, சுவாசமாக நீ நின்றாயே, மார்பில் ஊறும் உயிரே, ஒரு தெய்வம் தந்த பூவே, கண்ணில் தேட என்ன தாயே, நெஞ்ச ஜ ஜ ஜ ஜ காதல் கண்ணத்தில் முத்தமிட்டானே, கண்ணத்தில் முத்தமிட்டா. Thank you. രജിത്ത്, യാ എനിക്ക് അഞ്ജനപ്പുഴയുടെ പാട്ടുണ്ടല്ലോ, ആ ഇങ്ങനെ വേവ്സ് പോലെയാണ് തോന്നിയത്, ലൈക്ക് ഒഴുകി ഒഴുകി ഒഴുകി. എന്ത് തോന്നുന്നു? അല്ല വാവ് ഏത് കടലിലെ വേവ്സ് ആണ്? അങ്ങനെ ഇന്ന കടലിൽ നിന്നൊന്നുമില്ല, എല്ലായിടത്തും വേവ്സ് ഉണ്ടല്ലോ. ഓ ഏതാണ് നമുക്ക് പക്ഷെ choose ചില ചെയ്യാം? കടലിലെ വേവ്സ് കുറച്ചുകൂടെയും വലുതാണ്. Yes. അതെ, പക്ഷെ ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി കണ്ടുപഠിച്ച വാക്കാണ്. എങ്ങനെ ഒന്നുകൂടി പറയൂ? Waves. വാ. Waves. പുതിയതാണ്. അഞ്ജലി കഷ്ടപ്പെട്ട് എന്നെ കണ്ടുപിടിച്ചത്. കണ്ട് പഠിച്ചോളൂ. ഓക്കെ, ഞാൻ നല്ലതേ ഉണ്ടാവുള്ളൂ. അല്ല, നന്നായിട്ടുണ്ട്. അത് കറക്റ്റ് ആണ് പറഞ്ഞത്. സാധാരണ ഇതിന് മുമ്പ് അഞ്ജലി വന്നപ്പോ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം നല്ല നന്നായത്. എങ്ങനെയായിരുന്നു ആക്ഷൻ? Waves. അല്ല, മുമ്പേ അഞ്ജലി പറയാറുണ്ട് നല്ല ഒഴുക്കുണ്ട് എന്നൊക്കെ. ഇത് മാറ്റി കുറച്ചുകൂടി ഓക്സ്ഫോർഡ് ഒക്കെ പഠിച്ചതിന് ശേഷം രജിത്ത് എന്തെങ്കിലും ഒന്ന് പഠിച്ച് വളരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെയെങ്കിലും കുറച്ച് വിവരം വരട്ടെ എൻ്റെ അടുത്ത്. എന്താ ചെയ്യാ, എനിക്കൊന്നും പറയില്ല. അഞ്ജന പാട്ട് നന്നായിരുന്നു, നന്നായി പാടിട്ടോ, നല്ല രസം, നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം കമന്റ്സ്. അല്ല, അതിന് മുന്നേ നമുക്ക് ഫാനിനോട് ചോദിക്കണ്ടേ എങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ പാടിയോന്നൊക്കെ. ഓക്കെ, മോഹൻ സാർ പറയൂ. വളരെ നന്നായിരുന്നു. ആ, എൻ്റെ അറിവിൽ സാധാരണ റെക്കോർഡിങ്ങിൽ തന്നെ പാട്ടെന്ന് പറഞ്ഞാൽ പല ബിറ്റായിട്ട് എടുത്തും അതിനോട് ചില ഇപ്പോഴത്തെ പ്രീതി ടെക്നിക്സിനോട് ചേർത്താണ്
വൃത്തിയാക്കുന്നതാണ് എൻ്റെ അറിവ്. സാറെല്ലാം അറിഞ്ഞോണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇത് നേരിട്ട് ഒറ്റ സ്റ്റേജിൽ തന്നെ ഇത്രയും കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ എന്തായാലും മോഹൻ സാർ ഹാപ്പിയാണ്. അതെ, പിന്നെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. അതെ. അല്ലേ? യാ, സോ സ്റ്റീഫൻ ചേട്ടാ. അഞ്ജന, ചേട്ടാ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു ചേട്ടാ. ഡൈനാമിക്സ് വന്നിട്ട് തകർത്ത് വാരി. ഇമോഷണൽ നല്ല അറ്റാക്കുള്ളൊരു പാട്ടാണ്. ഒന്നാമത് ഭയങ്കരമായിട്ട് നമ്മൾ എത്രയും ഭീകരാവസ്ഥയിലിരിക്കുകയാണെങ്കിൽ, എത്ര ജാട കളിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ തോണ്ടി മയപ്പെടുത്തുന്നൊരു പാട്ടാണ് ഈ പാട്ട്. താങ്ക് യു റഹ്മാൻ സർ ഫോർ ദിസ് ഗ്രേറ്റ് കമ്പോസിഷൻ. ഒരിക്കലും ഇതിൻ്റെ ഒറിജിനൽ സിംഗറെ എനിക്ക് കമ്പയർ ചെയ്യേണ്ട. ചിന്മയി പാടിക്കുന്ന അവരുടെ ഇൻവാഷൻസ്, അതെ, സംഗതി പറയണത് കുറച്ചുകൂടി ക്രിസ്പായിട്ടാണ് വരുന്നത്. ഭയങ്കര അങ്ങനെ വരും. അതെനിക്ക് ഈ അഞ്ജന പാടിയപ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് പാടിയിരിക്കുന്നത്. അതാണ് എനിക്കൊരു വ്യത്യാസം മനസ്സിലായത്. ഇഫ് യു ആർ കമ്പയറിങ് ടു ഒറിജിനൽ. അല്ലാത്ത പക്ഷം അഞ്ജനയുടെ സ്റ്റൈലിൽ രസമായിട്ട് പാടി. കീപ് ഇറ്റ് അപ്പ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാട്ട്, ഒരു പുതിയൊരു ഫ്ലേവറിൽ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് അഞ്ജന നടത്തിയത്. ഇറ്റ് വാസ് ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ബ്രിങ്ങിങ് ദ സോങ്. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. പാവം ഈ 3 ഒരു രാക്ഷസിയും 2 രാക്ഷസന്മാരും ചേർന്ന് ഫീൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പേടിപ്പിച്ച് അവസാനം ശല്യങ്ങൾ ഇവർക്ക് വേണ്ടി ഞാനൊരു വണ്ടി കൊണ്ടേ മറച്ചിട്ട് സൈഡിൽ. നല്ലായിരുന്നു മോളെ. താങ്ക് യു. എസ്പെഷ്യലി ഫസ്റ്റ് പല്ലവി ഭയങ്കര രസമായിരുന്നു. മോൾ എന്താ ചെയ്തേ? എങ്ങനെ മനസ്സിലാക്കി ഈ പാട്ട്? ഒരുപാട് പ്രാവശ്യം കേട്ടു. അന്നേരം കണ്ണടച്ച് കേൾക്കുമ്പോൾ എന്തോ ഒരു ഫീൽ അന്നേരം തോന്നി. അന്നേരം ഞാൻ പ്രാക്ടീസ് ചെയ്തു. പിന്നെ നമ്മൾ ഇത്രയും പറയണത് മോൾക്ക് എന്തുകൊണ്ടാന്ന് മനസ്സിലായോ? എനിക്കിപ്പോൾ പാട്ട് പാടുന്ന കേട്ടപ്പോൾ മോൾക്ക് മനസ്സിലായി തോന്നിയിട്ടാണ്, ആ സന്തോഷം കൊണ്ടാണ് ചോദിക്കുന്നത്. അത് മനസ്സിലായോ? അതോ ആ പാട്ട് ആ ചിന്മയി പാടിയത് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്താണോ? അതിൽ മീൻസ് എന്താ ഫീല് വരുത്തണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആദ്യം പാടി, പിന്നെ അച്ഛൻ പാടത്തില്ലെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ പറയും, അവിടെ ഫീൽ കൊടുക്കുക, ഇവിടെ ഫീൽ കൊടുക്കുക എന്നൊക്കെ പറയും. അന്നേരം പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിവേ നല്ലതായിരുന്നു, വളരെ ഭംഗിയായിരുന്നു. ഇനി മോൾക്ക് സ്വന്തമായിട്ട് പാട്ട് കിട്ടുമ്പോഴും ഇതാണ് പാട്ടിൻ്റെ ഭാവം അറിഞ്ഞ് പാടിയാൽ അത് വേറൊരു ലെവലിലേക്ക് പോകും. ബ്യൂട്ടിഫുൾ ചോയ്സ്. ആൻഡ് ഇവർ അസലായിട്ട് വായിക്കുകയും ചെയ്തു. ആ ഒരു സംഗതി മാത്രം പാടും. മാർബിൾ അത് ഒന്ന് പാടൂ. മാർബിൽ ഊറും ഉയിരേ ഒരു ദൈവം തന്ന. ഓക്കെ, നല്ലായിരുന്നു. ചരണത്തിൽ ലൈൻ ഒന്ന് പാടൂ. അത് எனது சொந்தம் நீ எனது பகையும் நீ காதல் மலரும் நீ கருவில் முள்ளும் നീ. എനിക്കത് കേൾക്കാൻ വേണ്ടിയായിരുന്നു ഒന്നും കൂടെ. കാരണം ആ സമയത്ത് ഓർക്കസ്ട്ര വന്നപ്പോൾ മോൾ അത്ര ക്ലാരിറ്റി എനിക്ക് ചെവിയിൽ കിട്ടിയില്ല. ഇറ്റ് വാസ് വെരി ഗുഡ്. ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിരുന്നു കേട്ടോ. താങ്ക് യു ചേച്ചി. വിജയ് ചേട്ടാ അസലായിട്ട് പാടി. സോ അഞ്ജന വെരി ഫോക്കസ്. ആ ഒരു പെർട്ടിക്കുലർ ഡീറ്റെയിൽസ് ഒക്കെ വളരെ പ്രിസൈസ് ആയിട്ട് കൊണ്ടുപോയി തീർക്കും. ആൻഡ് സോ യു ഡിഡ് ദാറ്റ് വെരി വെൽ. സോ മാർക്ക് ഇടാൻ പോവാം. ഓക്കെ, സോ മാർക്സിലേക്ക് കിടക്കാം. സെമി ഫൈനൽ സ്റ്റേജിലെ മാർക്സ് നമുക്ക് അറിയാം. വിജയ് ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. വീണ്ടും 17+ ആയപ്പോ അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ മാർക്ക് കൂടി അറിയാം. എപ്പോ പിന്നെ പക്ഷെ നമുക്ക് എന്തായാലും ഓക്കെ. ചേച്ചി അവിടെ എഴുതി തുടങ്ങി. കഴിഞ്ഞു. സോ അഞ്ജനയുടെ മാർക്ക് വളരെ ഭദ്രമായിട്ട് ചേച്ചി ആ ബോക്സിൽ അടച്ചു വെച്ചിട്ടുണ്ട്.
ഓക്കെ ഓക്കെ സോ ലെറ്റ്സ് വെയിറ്റ് അല്ലേ ഓക്കെ ലെറ്റ്സ് അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതുവരെയും ഓൾ ഓൾ ദി ദി ബെസ്റ്റ്. ബെസ്റ്റ് താങ്ക് യു ചേട്ടാ ഓക്കെ. സോ ഈ എപ്പിസോഡിലെ തേർഡ് കണ്ടസ്റ്റന്റിനെ നമുക്ക് വിളിക്കാം ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കുട്ടി ചേട്ടാ റെഡി അല്ലേ? ഏത് റൗണ്ടാണ് സെമി ഫൈനൽ ആദ്യമായി പാടാൻ പോകുന്നത്? എവർഗ്രീൻ. So, ഏത് എവർഗ്രീൻ സോങ് ആണ് നമ്മൾ പാടുന്നത്? രാജശില്പി എന്ന ഫിലിമില് രവീന്ദ്രൻ മാഷ് മ്യൂസിക് ചെയ്ത് ഓക്കെ ONV സാർ രചിച്ച് ചിത്രചേച്ചി പാടിയ അറിവിനിലാവേ. ഓ നമ്മുടെ ജോലി മുഴുവൻ തീർത്ത പോലെ ഉണ്ട്. എല്ലാം പറഞ്ഞു തരും. ശ്രീലക്ഷ്മി പുലിക്കളി കണ്ടോ? TV കൂടെ ഉണ്ട്. ബെസ്റ്റ്. തൃശ്ശൂർ നാട്ടിൽ നിന്നിട്ട് തൃശ്ശൂരുകാരിയായിട്ട് പുലിക്കളി കണ്ടില്ല എന്നാ പറഞ്ഞത്. ഇപ്രാവശ്യം സ്പെഷ്യൽ അതെനിക്കറിയാം. എന്താ സ്പെഷ്യൽ? കുറെ ചേച്ചിമാരുണ്ടായിരുന്നു പുലി. അത് അഞ്ജലിയിലെ കണ്ടോ? ചേട്ടാ ഞാനത് പ്രതീക്ഷിച്ചില്ല ഒരിക്കലും. ഇപ്രാവശ്യം ആദ്യമായി ചരിത്രത്തിലല്ലേ പുലിക്കളി സ്ത്രീകൾ കളിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട്. അതെ, അത് വലിയൊരു നേട്ടമാണ്. തൃശ്ശൂർ കി ജയ് അല്ലേ തൃശ്ശൂർ കി. ശ്രീലക്ഷ്മി? Yes, yay. തൃശ്ശൂർ കി. ജയ്യോ. അതെ, ഇവിടെ കുറെ തൃശ്ശൂരുണ്ട്. അപ്പൊ ഇങ്ങോട്ട് പെട്ടയൊക്കെ ഉണ്ട് പാടുക. അതെ നന്നായിട്ട് പാടാം. താങ്ക് യു Okay. ചേച്ചി. താങ്ക് യു Okay. ചേട്ടാ. All the All the best. best. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി. ജയ്. ഒന്നുകൂടി വേഗം പറഞ്ഞോ. ആരെ ചേട്ടൻ? ആ, ചേച്ചി ആ, ചേട്ടൻ ചേച്ചി ചേട്ടൻ ചേച്ചി ചേച്ചി. ഏയ് മൊത്തം കൺഫ്യൂഷൻ ആയി. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്ത് തിരിച്ചു തരാം. എടുക്കാം. Okay. സൂപ്പർ സ്റ്റാർ ജൂനിയറിലൊരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. അപ്പൊ എവർഗ്രീൻ ഹിറ്റ്സ് റൗണ്ടിൽ അറിവിനിലാവേ എന്ന പാട്ടുമായി ഞാൻ വരുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേച്ചി. ഈശായ നമഃ ഉമേശായ നമഃ ഗൗരീശായ നമഃ പരമേശായ നമഃ ഭുവനേശായ നമോ നമഃ ഓം അറിവിന്നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധി തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതിന്തേ നിരുകയണിയും കുളിർമതിക്കും അറിയുകേ
സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധേ തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതെന്തേ അറിയാത്തതെന്തേ. ലക്ഷ്മിക്കുട്ടി, വെരി ബ്യൂട്ടിഫുൾ സോങ്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ് ആണ്. ഗുഡ് അറ്റംപ്റ്റ്, നന്നായി പാടി അല്ലേ രജിത്ത്? തീർച്ചയായും ഈ പാട്ട് എന്താ പറയാ, മോള് എത്ര ദിവസം എത്ര വർഷം എടുത്ത് പഠിക്കാൻ. പഠിച്ചു? ചെറുതായിരുന്നു തൊട്ട് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്ശോ. അത് ശരി. ശ്രീലക്ഷ്മി, ചേട്ടാ 3ാം ക്ലാസ് മുതൽ ഇപ്പൊ വെച്ച് പാടി നോക്കണേ, എത്ര പ്രാവശ്യം പാടി നോക്കി? ഒരു 1500 വേണോ? അത് ഇപ്പൊ എത്ര പക്ഷേ 5ാം ക്ലാസ്സിലല്ലേ ഇപ്പൊ പഠിക്കണേ? ഇപ്പം 9-ല്. ആ അതെ, 9-ല് കൺഫ്യൂഷൻ ആയി പോയി. അതെ. അപ്പൊ 3ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് ഒരു 6 വർഷം അല്ലേ? 6 വർഷം നീ പാട്ട് പാട്ട് എങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ടില്ല. ഇഷ്ടായിരുന്നു പാട്ട്. ഒരു വട്ടം ഞാൻ പാടിയിട്ടുണ്ട്. ഒരു വട്ടം ഈ 6 വർഷത്തിന് പാടിയുള്ളൂ? അതൊന്നല്ല. അന്ന് പാടിയ ശേഷം 3ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ? ആ അതിനുശേഷം എത്ര വർഷം ഈ പാട്ട് പാടി? ഒരു വട്ടം. ഇതിപ്പോ 2ാമത്തെ വട്ടം. ഓക്കെ, ഇത്ര പിച്ച് പാടണ്ടായിരുന്നു, ഇത്തിരി പിച്ച് താഴ്ത്തായിരുന്നു അല്ലേ? ഒരു സ്ട്രെയിൻ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു ഞങ്ങൾക്ക്. അല്ല സി, ഇതിപ്പോ സി ഡി ആണ് ഒറിജിനല്. D ആണ് അപ്പൊ എനിക്ക് മുകളിലേക്ക് എത്തില്ല. അപ്പൊ സി ആക്കി കഴിഞ്ഞാൽ താഴേക്ക് എത്തില്ല. ഓക്കെ, അപ്പൊ എനിക്ക് അത് മാത്രമേ എനിക്ക് തോന്നിയത്. അങ്ങനെ ഈ പിച്ചിലിങ്ങനെ ശ്രീലക്ഷ്മി എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർന്ന ആ ഒരു സെക്ഷൻ ഇങ്ങനെ മുക്കി ഇങ്ങനെ തലയൊക്കെ താഴ്ത്തിട്ട് പാടണത്. അത്രയും ഇതാക്കി പാടണ്ട കേട്ടോ. ഒരു പ്രാവശ്യം പാടിയത് നന്നായി. കഴിഞ്ഞ 6 വർഷത്തിൽ ഒരു 5-10 വട്ടം പാടി. അന്ന് ഒറിജിനൽ ശ്രുതിയിലെ പാടി. അപ്പൊ എനിക്ക് എത്തിയിരുന്നു. അപ്പൊ എത്തിയിരുന്നോ? അപ്പൊ ഞാൻ അടുത്ത 6 വർഷം കഴിയുമ്പോ 2 നോട്ട് കുറയൂലേ നീ? അപ്പൊ അതൊന്ന് അടുത്ത പ്രാവശ്യം ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ടൊന്ന് വഴുതിയുണ്ട്. അപ്പോൾ പക്ഷെ ശ്രീലക്ഷ്മി അങ്ങനെ ഒരിക്കലും വഴുതാറില്ല കേട്ടോ. സോ അപ്പോൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സെമി ഫൈനൽസ് ആണ്. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ശ്രീലക്ഷ്മി, ഒന്ന് ഒരു ഹാഫ് നോട്ട് ഒന്ന് ഇതാണ് കുറച്ച് നോക്കൂ. കുറച്ചോ? ഒറിജിനലിനെക്കാട്ടും ഹാഫാണോ കുറച്ച്? അപ്പൊ ഫുൾ നോട്ട് കുറച്ച് നോക്കൂ. ഒന്ന് നോക്കട്ടെ, താഴെ പോർഷൻ പാടൂ. നിലാവേ മറയുന്നുവോ നീ സ്മൃതി നിലാവിൻ കണിക തേടി രജനീഗന്ധേ തിരുമുന്നിൽ നിൽപ്പൂ അറിയാത്തതെന്തേ. ആ ചരണത്തില് ചരണം അത് കുഴപ്പമില്ല, അത്ര നല്ല എത്തുന്നുണ്ട് അത്. അല്ല, ഈ 2 സ്ഥലമാണ് പല്ലവിയിലുള്ള. ചരണത്തിൽ എവിടെയാ താഴെ വരെ? നിന്റെ നൃത്തമണ്ഡപങ്ങൾ നീലാകാശം നീലേ. അത്രേ ഉള്ളൂ. അപ്പൊ ആ 2 സ്ഥലം മാത്രമേ ഉള്ളൂ താഴെ. ബാക്കി മുഴുവൻ മേലെ കിടക്കുക. എന്നെ ഇവിടെ ഉണ്ട്. അയ്യോ പിന്നെ എവിടെയാ? അല്ല, ആ തുണ്ട് പല്ലവിയിലും ഉണ്ട്. ആ തുണ്ട് അപ്പൊ എനിക്ക് പല്ലവിയിലും- താഴേക്ക് പോകുമ്പോ പിച്ച് ഔട്ട് ആവുമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ മേലെ എടുത്ത് അല്ലേ? റിഹേഴ്സലിന് പാടിയപ്പോഴും വോയിസ് ട്രെയിൻഡായി. അതുകൊണ്ടാണ് സംഗതികൾ കറക്റ്റായിട്ട് വീഴാതിരുന്നത്. ആദ്യത്തെ പല്ലവി ഫുൾ സ്ലിപ്പായിരുന്നു മോളുടെ. പിന്നെ കുറച്ച് പേടിക്കുകയും ചെയ്തു ഇല്ലേ? കുറച്ച് പേടിക്കുകയും ചെയ്തു. പക്ഷേ ചരണം തൊട്ട് നല്ലതായിരുന്നു. പക്ഷേ ഇന്നും മോള് എപ്പോഴും നല്ലോണം പാടും. സെക്കൻഡ് ചരണമായപ്പോഴേക്കും കുറച്ച് സ്റ്റഡിയായി. ഞാൻ പറയണത് നമ്മുടെ ഫിനാലെ എന്ന് പറഞ്ഞ സാധനം മോർ ദാൻ സിംഗിങ്, ആ പേടിയില്ലാതെ വരുന്ന ആളാണ് അവിടെ നിൽക്കുക. അതാണ് ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ പ്രശ്നം. ഒറിജിനൽ സൂപ്പർ സ്റ്റാർ. അതെ, അപ്പോൾ പേടിക്കാനേ പാടില്ല. ഇനി മോൾക്ക് റൗണ്ട്സ് ഉണ്ട്, ഇതിന് മേക്കപ്പ് ചെയ്തോളൂ. പക്ഷേ ഇത് മോശമായിട്ട് പല്ലവി വാസ് നോട്ട് വെരി ഗുഡ് അറ്റ് ഓൾ. എനിക്ക് പല്ലവി ഇഷ്ടമായില്ല. അതിന് ശേഷമൊക്കെ യു മാനേജ് സംഭവം. ഒരു ഷൗട്ടിങ് ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഞാൻ പ്രതീക്ഷിച്ച എത്ര മാർക്ക് എനിക്ക് തരാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ മേക്കപ്പ്.
ഓക്കെ ധൈര്യം വെച്ചോളൂ, ബിക്കോസ് യു ആർ എ വെരി ഗുഡ് സിംഗർ. യു ആർ ഗോയിങ് ടു ഡു വെൽ ഇൻ ഓൾ ദ താങ്ക് യു സുജയ് ചേട്ടാ. ഞാൻ സുജാ ചേച്ചി ആ പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് തുടങ്ങാൻ പോണത് ഷൗട്ടിങ് പോലെ ആയിരുന്നു എന്നുള്ളത്. ശ്രീലക്ഷ്മിയുടെ വോയിസ് ഇസ് ആക്ച്വലി വെരി ഫ്ലെക്സിബിൾ. എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ പറ്റുന്ന ഒരു ശബ്ദം. പക്ഷെ ഇങ്ങനത്തെ ഒരു സോങ്ങിൽ പ്രത്യേകിച്ച് എന്തോ ഒരു വോയിസ് ടോൺ ആൻഡ് ടെക്സ്ചർ ആൻഡ് ആ ത്രോ കുറച്ച് കൂടിപ്പോയി ചില സ്ഥലത്ത്. ആൻഡ് ദാറ്റ്സ് വൈ ഒരു പോർഷനിൽ ഇങ്ങോട്ടോ നോക്കി അത് പാടി എന്നാൽ ഭയങ്കര ഹൈ ആയിട്ട് പോകുന്ന പോർഷൻ അങ്ങനെയൊന്നും ഈ പറഞ്ഞ പോലെ കഴുത്തും തലയൊക്കെ അങ്ങോട്ട് ആക്കിയാലേ അത് ആ പിച്ചിൽ എത്തും എന്നുള്ളത് എന്ന രീതിയിലാണ് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്നത്. ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഷീ സെഡ്, ആൻഡ് യു ആർ കേപ്പബിൾ. ഇനിയും ഉണ്ട് റൗണ്ട്സ്. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. സ്ട്രെയിൻ എടുക്കേണ്ട. പ്രാക്ടീസ് എന്ന് പറയുന്നത് ആവശ്യമാണ്. പക്ഷെ പ്രാക്ടീസിൽ കൂടെ തൊണ്ട അടഞ്ഞ് പിന്നെ അവസാനം ഇവിടെ വരുമ്പോൾ പാടാൻ വരുമ്പോൾ ശബ്ദമില്ലാണ്ട് വന്നിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. താങ്ക് യു. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് കിടക്കാം. സോ യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് വിജയ് ചേട്ടാ. 7.5. Okay. സ്റ്റീഫൻ ചേട്ടാ. 15 പ്ലസ് ആണോ? സുജാ ചേച്ചിയുടെ മാർക്സ് അറിയണ്ടേ? പക്ഷേ സുജാ ചേച്ചിയുടെ മാർക്ക് നമ്മൾ പിന്നെ അറിയുള്ളൂ. അതെ, തൽക്കാലം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, സുജാത ചേച്ചി മാർക്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അത് എനിക്കൊരാഗ്രഹം. ഈ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ ഭീകരമാണ്. അത് ഭീകരമായി നമ്മുടെ പുലികൾ വായിച്ചു. അതിന്റെ സെക്കൻഡ് ബീജിയം നമുക്ക് ഒന്ന് കേൾക്കാൻ പറ്റുമോ? ഒന്നും കൂടി പുലികളെ ഒന്ന് ഇറങ്ങൂ. പിന്നെ 15 പ്ലസ് ആ ഹിഡൻ മാർക്സും കൂടി അല്ലേ? ശ്രീലക്ഷ്മി ഹാപ്പിയാണ്. അതെ, ശ്രീലക്ഷ്മി ഹാപ്പിയാണ്. ഹാപ്പിയാണ്. ഹാപ്പി ആയിരിക്കണം. അതെ, അപ്പൊ ആ ഹിഡൻ മാർക്ക് നമുക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് അറിയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേട്ടാ. സോ ഈ സെമി ഫൈനൽ സ്റ്റേജ് ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതെ, അപ്പൊ നമ്മൾ ഇനിയും with more exciting episodes will be coming to you. So till then, keep watching Superstar Junior. Sujata Sarees, designed by Style Sarees, Spencer Junction, Palayam, Trivandrum.